Hello everyone, welcome back. CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപാട് പല സ്റ്റുഡൻസും ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് ഏതൊക്കെ പേപ്പറുകൾ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം, ICAR അതിൽ ഏതൊക്കെ കോഴ്സുകളാണ്, അതിൻ്റെ പേപ്പറുകൾ ഏതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ CUET അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് മുഴുവൻ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ NTA സൈറ്റിൽ CUET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജിലേക്കാണ് വരിക. അതിൽ ഏറ്റവും മുകളിലായിട്ട് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പേജിൽ വരും. അതിൽ നമുക്ക് 5 കാറ്റഗറി: സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ NIRF റാങ്കിങ്ങിലൊക്കെ ഒരുപാട് മുകളിൽ വരുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU, അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം വരുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സെക്ഷനിലാണ്. നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കാണാം. സോ അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യപ്പെടുന്നത് ഏതാണ്, ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു PDF കാണാം. അതിലുള്ള കോഴ്സുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ BSc ജോഗ്രഫി ആണ്, അല്ലെങ്കിൽ BSc കമ്മ്യൂണിറ്റി സയൻസ് ആണ് എങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പർ, ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റി സയൻസ് ആണ് എങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പർ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് 3 എണ്ണം വേണം. അത് കൂടാതെ ബയോളജി, മാത്തമാറ്റിക്സ്, ഹോം സയൻസ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ 4 പേപ്പറുകൾ എഴുതണം: ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, എതർ ബയോളജി ഓർ മാത്തമാറ്റിക്സ് ഓർ ഹോം സയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഏതൊക്കെ എക്സാമുകൾ ഇംഗ്ലീഷ് എഴുതണം, ഫിസിക്സ് എഴുതണം, കെമിസ്ട്രി എഴുതണം, മാത്തമാറ്റിക്സോ ബയോളജിയോ അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം. ഇനി മറ്റൊരു യൂണിവേഴ്സിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് ICAR-നാണ്. അതിൻ്റെ മുന്നേ ഞാൻ ICAR-ലേക്ക് പിന്നെ വരാം. അപ്പോൾ ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സസ് ആണ്. അവിടെ BA കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ സയൻസ് കോഴ്സുകളുണ്ട്, ബാച്ചിലർ ഓഫ് സയൻസ്, അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീമുകളുണ്ട്. ബാച്ചിലർ ഓഫ് സയൻസ് മാത്തമാറ്റിക്സ് ആണ് എങ്കിൽ നിങ്ങൾ എഴുതേണ്ട സബ്ജക്റ്റുകൾ ശ്രദ്ധിക്കണേ. ബാച്ചിലർ ഓഫ് സയൻസ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്. സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് PCM ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അതേപോലെ നിങ്ങൾ മറ്റൊരു കോളേജ് ഫോർ എക്സാമ്പിൾ JNUയിലുള്ള ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നോക്കുക. അപ്പം നിങ്ങളുടെ പ്രിഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനൊക്കെ വേണ്ട സബ്ജക്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ ICAR ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR-നകത്ത് ഒരുപാട് കോഴ്സുകളുണ്ട്. BFSc ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ്, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, നാച്ചുറൽ ഫാമിംഗ്, സെറികൾച്ചർ, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, അതുപോലെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, BTech BSc കോഴ്സുകളാണ് ഇതുവരെ പറഞ്ഞെങ്കിൽ BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി, അങ്ങനെ 4 BTech കോഴ്സുകളും ഒരുപാട് BSc കോഴ്സുകളും വരുന്നതാണ്. ഇതിനെല്ലാത്തിനും ICAR-ന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഈ 5 സബ്ജക്റ്റുകൾ ഇതെല്ലാം എഴുതണമെന്നില്ല. പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അഗ്രികൾച്ചർ. +2-ന്റെ കൂടെ അഗ്രികൾച്ചർ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളാണ് പറയുന്നത്. അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് അല്ലാത്ത സബ്ജക്റ്റ് എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ with at least 3 subjects out of physics, chemistry, maths, biology and agriculture or inter agriculture as core courses. ഇതിലെ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം കോർ കോഴ്സസ് ആയിട്ടാവണം. അപ്പോൾ നമ്മൾ കേരള സിലബസിലോ CBSE-ലൊക്കെ പഠിക്കുന്ന എന്തായാലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ എന്തായാലും കാണും. ഇനി കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർ ഇൻ സബ്ജക്ട്സ് ഡിഫറെന്റ് ദാൻ വൺ വിച്ച് പാസ്ഡ് ഇൻ ദ 12th സ്റ്റാൻഡേർഡ്, ആ പറയുന്നതിൻ്റെ അർത്ഥം വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ കൗൺസിലിംഗ് ഓർ അഡ്മിഷൻ. ഓക്കെ, ആൻഡ് വിൽ സ്റ്റാൻഡ് റിജക്റ്റഡ്. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരാളാണ്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, ബയോളജി ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോയിട്ട് എഴുതരുത്. നിങ്ങൾ 12th-ന്റെ കൂടെ പഠിക്കാത്ത ഒരു സബ്ജക്റ്റ് ഇവിടെ എഴുതേണ്ടതില്ല. ഇതിലേതെങ്കിലും 3 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഏതാണോ 12th-ൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ അതിൽ നിന്നും ഇതിൽ നിന്നും കോമൺ ആയിട്ടുള്ള 3 എണ്ണം, അതായത് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ആൾക്കാരാണെങ്കിൽ അത് 3 എണ്ണം എഴുതുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച ആൾക്കാരാണെങ്കിൽ അത്, മാത്സ് ഇല്ലെങ്കിൽ അത് 3 എണ്ണം എഴുതുക. നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറിംഗ് മറ്റു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിന് വേണ്ടി എഴുതുന്നതിൽ തെറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ
എഞ്ചിനീയറിംഗ് സയൻസ് മേഖലയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല സബ്ജക്റ്റുകൾക്കും ലാംഗ്വേജ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ്, ഒരുപാട് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട്. സ്പെസിഫിക് ആയി ഏതെങ്കിലും ലാംഗ്വേജിന് പോകാനല്ല, ജനറൽ ആയിട്ടുള്ള സയൻസ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കോ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. പിന്നെ ഏതൊരു എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും വേണ്ടി വരിക ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇനി പ്യുവർ സയൻസ് പ്രോഗ്രാമിലേക്കാണെങ്കിലും അത് തന്നെയാണ് വേണ്ടി വരിക. ഇനി ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോടെക്നോളജി പോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുവെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഇത് കൂടാതെ +2 കൂടെ ബയോളജി പഠിച്ച സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ടും ഏത് എഴുതാം? മാത്തമാറ്റിക്സ്. ഈ 5 സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്താൽ തന്നെ നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മിക്കവാറും എല്ലാ BSc കോഴ്സുകൾക്കും അതേപോലെ തന്നെ BTech കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇത് തന്നെ മതിയാവും. ഇനി അതല്ലാതെ ഇനി വേറെ സ്പെസിഫിക് ആയിട്ട് മറ്റു കോഴ്സുകൾ പ്രിഫർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കയറ്റേണ്ടി വരും. കാരണം പരമാവധി 5 സബ്ജക്റ്റുകളെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഇംഗ്ലീഷോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട്, നിങ്ങൾ അത്ര സ്ട്രോങ് അല്ല മാത്തമാറ്റിക്സിലെങ്കിൽ, നിങ്ങൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് കോഴ്സുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ മാത്സ് ഒഴിവാക്കിയിട്ട് അതിന് വേറെ നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പല കോഴ്സുകൾക്കും അത് ഓപ്പണിംഗ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യുന്ന തരത്തിലായിട്ട് മാറും. അപ്പോൾ ഈ 5 സജസ്റ്റ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കാം. അത് ഏതൊക്കെ കോളേജുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.